രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ വ്യാപാരം നടക്കുന്ന ഇടനാഴിയാണ് ഹോർമൂസ് കടലിടുക്ക്. വാണിജ്യ കപ്പലുകളും സൈനിക കപ്പലുകളും അടക്കം ഹോർമൂസ് ഇടനാഴി ഒഴിവാക്കണമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന് ഇറാന്റെ ഭീഷണി വന്നതിനു പിന്നാലെയാണ് ഈ അമേരിക്കയുടെ ഉത്തരവ് വന്നത്. ഇറാന്റെ ഭീഷണിയിൽ അമേരിക്ക ഭയന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുവഴി സഞ്ചരിക്കുന്ന US കപ്പലുകൾ ഇറാൻ തീരം ഒഴിവാക്കണമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഇറാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾ സഞ്ചരിക്കരുതെന്നും ഇറാൻ സൈന്യം കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ബലം പ്രയോഗിച്ച് തടയരുതെന്നും സുരക്ഷയൊരുക്കി ഒമാൻ തീരത്തോട് ചേർന്നായിരിക്കണം കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്നുമാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിനിടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ US-ഉമായി സമാധാന ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ അമേരിക്കൻ കപ്പൽപ്പട കൂട്ടത്തോടെ വന്നാലും ഒരു ഭയപ്പാടും ഇല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പഠിപ്പിക്കാൻ ലോകത്തെ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നും അതിനായി യുദ്ധഭീഷണി പ്രയോഗിച്ചാലും വകവയ്ക്കില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വച്ച കാര്യങ്ങളെ US ഗൗരവമായി എടുത്തിട്ടുണ്ടോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും റഷ്യയും ചൈനയുമായും ചർച്ചയുടെ വിശദാംശങ്ങൾ ഇറാൻ സംസാരിക്കുമെന്നും അരാഗ്ചി വ്യക്തമാക്കി കഴിഞ്ഞു. യുദ്ധം അടിച്ചേൽപ്പിച്ചിട്ടും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്നും നിർത്തില്ലെന്നും ഞങ്ങൾ പറയുന്നതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പുറത്തുനിന്നൊരാളും വരേണ്ടതില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക വിന്യാസം തങ്ങളെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല എന്നും അരാഗ്ചി തുറന്നടിക്കുകയും ചെയ്തു. ഇസ്രായേലും അമേരിക്കയും ജൂണിൽ നടത്തിയ 12 ദിന യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് US-ഉമായി ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായത്. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇറാൻ ആണവ പദ്ധതിയെ ഉപേക്ഷിക്കണമെന്നും കൈവശമുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് US-ന്റെ ആവശ്യം. എന്നാൽ ഇതിന് ഇറാൻ വഴങ്ങിയിട്ടില്ല. വഴങ്ങുകയുമില്ലെന്ന ഉറച്ച നിലപാടാണ് അരാഗ്ചി ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഒമാനിൽ വച്ചാണ് ഇരു രാജ്യങ്ങളും പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്തിയത്. അവർ തങ്ങളുടെ അണുബോംബിനെ ഭയക്കുന്നുവെന്നും തങ്ങളുടെ കയ്യിലാവട്ടെ അങ്ങനെയൊന്നുമില്ല എന്നും അതിന് ശ്രമിക്കുകയുമില്ല എന്നും വൻശക്തികളോട് നോ പറയാനുള്ള കഴിവാണ് തങ്ങളുടെ അണുബോംബ് എന്നും അരാഗ്ചി വ്യക്തമാക്കുകയുണ്ടായി. ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ ലോകത്തിന് പ്രത്യാശ നൽകുന്നതാണെങ്കിലും അതിന് പിന്നിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്കായി കൈനീട്ടുമ്പോഴും മറുവശത്ത് കൂറ്റൻ യുദ്ധക്കപ്പലുകളെ ഇറാൻ തീരത്തേക്ക് അയച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന പഴയ സാമ്രാജ്യത്വ തന്ത്രങ്ങളാണ് ഇവിടെ വീണ്ടും പരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഉപരോധങ്ങളുടെ മുൾമുനയിൽ നിർത്തി ഒരു ജനതയെ തളർത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്കും ഇസ്രായേലിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ ആത്മാഭിമാനവും പരമാധികാരവും വിട്ടുകൊടുക്കാതെ ഇറാൻ ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുകയാണ്. ഒമാന്റെ മണ്ണിൽ ഇത്തവണ അരങ്ങേറിയത് പതിവ് നയതന്ത്ര നാടകങ്ങളല്ല, മറിച്ച് അധികാര സന്തുലിതാവസ്ഥയുടെ പുതിയൊരു പ്രദർശനം കൂടിയായിരുന്നു. വർഷങ്ങളായി സ്വിറ്റ്സർലൻഡിനെയോ ഒമാൻ സുൽത്താനേറ്റിനെയോ കേവലം കത്തുകൾ കൈമാറാനുള്ള പോസ്റ്റ് ഓഫീസ് സംവിധാനമായി മാത്രം ഉപയോഗിച്ചിരുന്ന അമേരിക്കൻ ഇറാൻ ബന്ധം ഇത്തവണ നേരിട്ടുള്ള ഹസ്തദാനത്തിലേക്ക് വളർന്നത് ലോകം അമ്പരപ്പോടെയാണ് വീക്ഷിക്കുന്നത്. ഉപരോധങ്ങളുടെ ചങ്ങലകെട്ടുകൾക്കിടയിലും ഒരടി പോലും പിന്നോട്ടു പോകാതെ അന്തസ്സുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇറാൻ നടത്തിയ ഈ നീക്കം അമേരിക്കയുടെ സാമ്രാജ്യത്വ ധാർഷ്ട്യത്തിനുള്ള മറുപടിയായിരിക്കുകയാണ്. അബ്ബാസ് അരാഗ്ചി അമേരിക്കൻ പ്രതിനിധികളുടെ കണ്ണിൽ നോക്കി തന്നെ ഹസ്തദാനം നടത്തുമ്പോൾ അത് കേവലം ഒരു നയതന്ത്ര മര്യാദയായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ആണവ അവകാശങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ലോകക്രമത്തിൽ സജീവമായി ഇടപെടാൻ ഇറാൻ സജ്ജമാണെന്ന സൂചനയായിരുന്നു നൽകിയത്. സമാധാനപരമായ ആണവ ഊർജം ഇറാന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള സന്നദ്ധത അരാഗ്ചി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബദർ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലുള്ള ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ ചർച്ചകളെ അതിസൂക്ഷ്മമായാണ് കൈകാര്യം ചെയ്തത്. അമേരിക്കയുടെ ഭീഷണികൾക്കും ഇസ്രായേലിന്റെ അണിയറ നീക്കങ്ങൾക്കും മധ്യസ്ഥതയുടെ വേദിയായി മനസ്സിലാക്കാൻ അനുവദിക്കാതെ ഇരുപക്ഷത്തിനും തുറന്ന സംഭാഷണത്തിന് അവസരമൊരുക്കാൻ ഒമാന് സാധിക്കുകയുണ്ടായി. ഈ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുന്നത് അമേരിക്ക ഇപ്പോഴും പഴയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. എങ്കിലും ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ഇറാന്റെ നിലപാട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വിപ്ലവത്തിന് കൂടി തുടക്കമിട്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക യാത്രയല്ല ഈ വരാനിരിക്കുന്നത്, മറിച്ച് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടുവരുന്ന സമാധാനത്തിന്റെ നേരിയ നാമ്പുകളെപ്പോലും നുള്ളിക്കളയാനുള്ള തീവ്രമായ ശ്രമം കൂടിയാണ്.
ഇറാന്റെ നയതന്ത്ര വിജയങ്ങളിൽ വിറളിപൂണ്ട ഇസ്രായേൽ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടത്തിനുമേൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ചർച്ചകളെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ നെതന്യാഹു ട്രംപിനെ കാണാനൊരുങ്ങുന്നത്. ഇറാന്റെ ഓരോ മിസൈൽ പരീക്ഷണവും തങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണിയാണെന്ന് ലോകത്തിന് മുന്നിൽ വിലപിക്കുമ്പോഴും പലസ്തീനികളിലും ലെബനാനിലും ഇസ്രായേലിൽ നടക്കുന്ന നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളെ നെതന്യാഹു സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉയരാൻ പോകുന്നത് സമാധാനത്തിന്റെ ഭാഷയല്ല, മറിച്ച് യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും പുതിയ അധ്യായമായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കണമെന്നും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെ ഒറ്റപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നതിലൂടെ ഒരു പരമാധികാര രാഷ്ട്രത്തെ വെറുമൊരു കോളനിയായി കാണുന്ന സാമ്രാജ്യത്വ മനോഭാവമാണ് നെതന്യാഹു പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം ഇറാൻ അമേരിക്കൻ ബന്ധം മെച്ചപ്പെടുന്നത് തടയുക എന്നു മാത്രമല്ല, മറിച്ച് മേഖലയിലെ നിരന്തരമായ സംഘർഷാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പാക്കുക കൂടിയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ലോകത്തെ നയിക്കുന്നത് മറ്റൊരു വൻ യുദ്ധത്തിലേക്കായിരിക്കും എന്നറിഞ്ഞിട്ട് പോലും അതിനായി കരുക്കൾ നീക്കുന്ന നെതന്യാഹുവിന്റെ നിലപാട് ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ട്രംപ് ഇറാനുമായുള്ള ബന്ധത്തിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അവസാന ശ്രമങ്ങളെയും തകർക്കുക തന്നെ ചെയ്യും. നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ഒമാൻ നൽകിയ പ്രതീക്ഷകളെ നെതന്യാഹുവിന്റെ യാത്ര കരിനിഴലിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ യാത്രയിൽ അമേരിക്ക വിദേശ നയമായി സ്വീകരിച്ചിരിക്കുന്ന ഉപരോധങ്ങൾ കേവലം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളല്ല, മറിച്ച് ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളെപ്പോലും തടഞ്ഞു വയ്ക്കുന്ന ക്രൂരമായ സാമ്പത്തിക ഭീകരത കൂടിയാണ്. മരുന്നുകൾക്കും അത്യാധുനിക ചികിത്സാ ഉപകരണങ്ങൾക്കും വരെ ക്ഷാമം നേരിടുന്ന തരത്തിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വരിഞ്ഞു മുറുക്കുമ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ കടുത്ത പ്രതിസന്ധിയിലും സ്വയം പര്യാപ്തതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ഇറാൻ പഠിച്ചു എന്നത് അമേരിക്കൻ കണക്കുകൂട്ടലുകളെ അപ്പാടെ തെറ്റിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര ആണവ ഏജൻസികളുടെ എല്ലാ നിബന്ധനകളും പാലിച്ച് തങ്ങളുടെ ആണവ നിലയങ്ങളിൽ പരിശോധനയ്ക്ക് അനുമതി നൽകിയിട്ടും ഉപരോധങ്ങൾ പിൻവലിക്കാൻ അമേരിക്ക മടിക്കുന്നത് അവരുടെ ലക്ഷ്യം സമാധാനമല്ല, മറിച്ച് ഇറാന്റെ സമ്പൂർണ്ണ കീഴടങ്ങലാണെന്നാണ് വ്യക്തമാകുന്നത്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ പേർഷ്യൻ കടലിടുക്കിലേക്ക് ആറ്റോമിക് കരുത്തുള്ള വിമാനവാഹിനി കപ്പലുകളെയും B-52 ബോംബർ വിമാനങ്ങളെയും അയക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ഒരു യുദ്ധതന്ത്രം കൂടിയാണ്. ട്രംപിന്റെ മാക്സിമം പ്രഷർ ഉപയോഗിച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നെതന്യാഹുവിന് അതിന് പിന്നിൽ നിന്നുള്ള കളികളും വ്യക്തമാണ്. എന്നാൽ ഏതൊരു ആക്രമണത്തെയും ഏത് ശത്രുരാജ്യത്തിന്റെ കപ്പലുകളെയും എത്ര വലിയ ആയുധങ്ങളെയും ഒറ്റയടിക്ക് നേരിടാം എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഇറാൻ അണിയറയിൽ ഒരുക്കുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഉപകരണങ്ങൾ കൂടിയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതുപോലെ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചോ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാനല്ല ഇറാൻ ഒമാനിലെത്തിയത്, മറിച്ച് തങ്ങളുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. ഉപരോധങ്ങളുടെ മുൻനിരയിൽ നിർത്തി ഒരു ജനതയെ തളർത്താമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്കും ഇസ്രായേലിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ അധികാരം പണയം വയ്ക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന അത്യാധുനിക ആയുധങ്ങളുടെ ബലം കൊണ്ട് കൂടിയാണ്. ചെറിയൊരു നീക്കം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഏത് ഭാഗത്താണെങ്കിൽ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിക്കുകയും ഇറാന്റെ പുത്തൻ കഴിവുകൾ ലോകം കാണാൻ പോകുകയും ചെയ്യുകയാണ്.